ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ 2 പച്ചക്കായ നിങ്ങൾ കുക്കറിലിടൂ. ചോറിന് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒഴിച്ചുകറിയാണ് തയ്യാറാക്കുന്നത്. തിരക്കുള്ള സമയത്തൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അധികം ചേരുവകളൊന്നും ഇല്ലാതെ തന്നെ മിനിറ്റുകൾക്കുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഒട്ടും വൈകിക്കാതെ നമുക്ക് വേഗം റെസിപ്പിയിലോട്ട് പോകാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒഴിച്ചുകറി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2 പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നേന്ത്രക്കായ ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. രണ്ടും ഒരേ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇനി അതിൻ്റെ പശയും അതുപോലെ കറകളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് വലുതായി കട്ടാക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാം. ഒരു 10 മിനിറ്റോളം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൽ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തി കൊടുക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമുക്കൊരു കുക്കർ എടുക്കാം. ഇനി നന്നായിട്ട് നമ്മളെ ഈ കായൊക്കെ കഴുകിയതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യമുള്ളത് നല്ലൊരു പഴുത്തൊരു തക്കാളിയാണ് കേട്ടോ. അതൊരു മീഡിയം സൈസാണ്. അതും കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് മുളക് പൊടി, നല്ല എരിവുള്ള മുളക് പൊടി ആയിട്ടാണ് കേട്ടോ ഞാൻ കുറച്ചിട്ട് കൊടുത്തിക്കണേ. പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളക് കട്ടാക്കിയിട്ടും ആവശ്യത്തിന് ഉപ്പും ചേർത്തി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊക്കെ നമുക്ക് നമ്മുടെ കായൻ്റെ ഒപ്പത്തിനായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഇങ്ങനെ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നമുക്ക് കറിക്ക് ആവശ്യത്തിന് കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങൾ പച്ചക്കായൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കൂട്ടി കുറച്ചെടുക്കാം. ഇനി ഒരു 2 വിസിലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തന്നെ നമ്മുടെ പച്ചക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും കേട്ടോ. അതിലോട്ട് ഒരു അരപ്പാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് തേങ്ങ ചെരുകിയത് ഒരു 60 ml കപ്പിന് തേങ്ങയും ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം 4 ചുവന്നുള്ളിയും ചേർത്താം. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി പേസ്റ്റ് രൂപത്തിൽ അവിടെ അരച്ചു വെക്കാം. അപ്പോഴേക്കും ഇതാ നമ്മുടെ കായൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എയറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയപ്പോൾ ഇതാട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ അടുത്ത് തൈരാണെങ്കിൽ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് അതിലോട്ട് തൈര് 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം ഞാൻ പുളി ചേർത്ത് കൊടുക്കുന്നത്. തൈരാണെങ്കിലും ഒന്നും കൂടി ടേസ്റ്റ് കൂടിയിരിക്കും കേട്ടോ നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ നന്നായിട്ട് പുളി ഒഴിച്ചിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച് നമ്മുടെ തേങ്ങ അരപ്പും കൂടി ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ കൂടുതൽ നേരം നമ്മൾ കറി ഇങ്ങനെ തിളച്ച് കിട്ടണം എന്നൊന്നുമില്ല കേട്ടോ. മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പാകത്തിനനുസരിച്ചിട്ട് നമുക്ക് കറിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടൊരു താളിപ്പും കൂടി ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം ഉലുവ, അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് കടുക് ചേർത്തി കൊടുക്കാം. ഒരു വറ്റൽമുളക് ചെറുതായി പൊട്ടിച്ചതോ 1 or 2 ചേർത്തി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സാക്കി എടുത്തേണ്ടതുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സെർവ് ചെയ്യാം. നല്ല രുചിയുള്ള ഈ കറി ഒരു തവണ കഴിച്ചാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അധികം ചേരുവകളൊന്നുമില്ലാതെ തന്നെയാണ് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ ഇത് ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാടൻ പച്ചക്കായ ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിനൊപ്പം കഴിക്കാൻ നല്ല രുചിയുള്ള ഈ വിഭവം നിങ്ങൾക്ക് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലുള്ള ലളിതമായ റെസിപ്പികളായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഉണ്ടാവണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴായിരിക്കും മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.